ഈ 2025 പോറ്റിക്ക് എങ്ങനെയാണ് 10 ലക്ഷം രൂപ ഇതിനകത്ത് വന്നിരിക്കുന്നത്? അപ്പോൾ അതീവ ഗുരുതരമായ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ 10 ലക്ഷം രൂപ ഒരുപക്ഷെ വന്നത് ഏതോ ബിനാമി അയച്ചതാണ്. എന്തിനാണ്? അദ്ദേഹത്തിന് കേസ് പറയാനായിരിക്കും. അപ്പോൾ കേസ് പറയാനുള്ള തുക ബിനാമി അയച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ അക്കൗണ്ടിൽ നിന്ന് വന്നു, ആരാണ് ഈ പണം കൊടുത്തത്, അങ്ങനെ തുടങ്ങിയ വളരെ വലിയ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ശബരിമലയെക്കുറിച്ച് വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളിലേക്ക് ഈ കാര്യങ്ങൾ ചുരുങ്ങി വരുമ്പോൾ ആരാണ് പോറ്റിയെ പോറ്റിയതും പോറ്റിയെ ഇപ്പോൾ പോറ്റുന്നതും? നേരത്തെ പോറ്റിയത് അവിടെ നിൽക്കട്ടെ, അത് വേറൊരു കഥ. പക്ഷെ ഇപ്പോഴും പോറ്റുന്നത് ആരാണ്? ഈ കേസിലൊക്കെ ചെന്ന് പെട്ടതിന് ശേഷവും ഇത്രയും വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷവും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം കസ്റ്റഡിയിലിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിനെ പോറ്റുന്നത് ആരാണ് എന്നത് വളരെ ഗുരുതരമായൊരു ചോദ്യമാണ്. ഇത് വലിയ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ആ നിലയിൽ നിൽക്കുമ്പോൾ ശബരിമലയിലെ ഓരോ വിഷയങ്ങളും ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ, കത്തിച്ച കാലത്തുള്ള വിഷയങ്ങൾ എടുത്താലും, വിഗ്രഹം പൊട്ടിച്ചു കളഞ്ഞ കാലത്തുള്ള വിഷയം എടുത്താലും, ഇപ്പോഴുള്ള വിഷയം എടുത്താലും വളരെ വളരെ വിചിത്രമാണ് കാര്യങ്ങൾ. ഇതിനിടയിൽ രാജീവ് കണ്ടൊരു തന്ത്രി ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ കൊടിമരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ചെറിയ ഒരു വിഗ്രഹം പോലുള്ള അല്ലെങ്കിൽ ഒരു പ്രതിമ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി അത് മാറ്റിയപ്പോൾ പഴയത് തന്ത്രിയുടെ സൂക്ഷിക്കാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അത് തന്ത്രി, അതെങ്ങനെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു വസ്തു തന്ത്രിക്ക് എടുത്തോളാൻ കൊടുത്താൽ ഓക്കെ, ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലയിൽ തന്ത്രിക്ക് കൊടുത്താൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ തിരുവാഭരണ പെട്ടിയൊക്കെ വയ്ക്കുന്ന, തിരുവാഭരണ ഘോഷയാത്രയൊക്കെ നടത്തുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കൊണ്ട് വച്ചാലും കുഴപ്പമില്ല. അല്ലാതെ ഇതെങ്ങനെയാണ് ഒരു തന്ത്രിയുടെ വീട്ടിൽ കൊടുത്തു വിടുന്നത്? എന്തായാലും അദ്ദേഹം അത് വളരെ ഗൗരവമായി അത് സീരിയസ് ആയിട്ട് എടുത്തു. അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമാണ്. വേണമെങ്കിൽ കള്ളം പറയാൻ എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറയാമായിരുന്നു, പക്ഷേ കള്ളം പറഞ്ഞില്ല, ഉണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അദ്ദേഹം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് കത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം, തന്ത്രിയുടെ ഭാഗം തന്ത്രി നന്നായി ചെയ്യുന്നുണ്ട്. തന്ത്രിയോട് നേരത്തെ അനുവാദം ചോദിച്ചു, ഈ പാളിയൊക്കെ സ്വർണം ചെമ്പ് ഇങ്ങനെ തെളിയുന്നു, അതുകൊണ്ട് പൂശട്ടെ എന്ന് ചോദിച്ചപ്പോൾ പൂശാൻ പറഞ്ഞു എന്നുള്ള ഒരു കത്ത് കൊടുത്തു, അല്ലെങ്കിൽ ഒരു മറുപടി കൊടുത്തു എന്നുള്ളത് മാത്രമാണ് തന്ത്രി ഇതിനകത്ത് ചെയ്തു എന്ന് പറഞ്ഞതായി തന്ത്രി തന്നെ പറയുന്നത്. നമുക്കിപ്പോൾ നമ്മൾ തന്ത്രിയെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെളുപ്പിക്കാനോ ഒന്നുമല്ല. അത് ശബരിമല എന്നെ സംബന്ധിച്ചിടത്തോളം തന്ത്രിക്കായാലും പോറ്റിമാർക്കായാലും ഈ കള്ളപ്പോറ്റിക്കായാലും അവിടുത്തെ എല്ലാവർക്കും ഒരു കറവ പശുവാണ് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്.